Welcome to Infoscience Education. In this video, we are going to discuss about estimation of NaOH. അതായത് ഇന്നത്തെ ടൈട്രേഷൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്റ്റിമേഷൻ ഓഫ് NaOH ആണ്. അപ്പോൾ എങ്ങനെയാണ് ടൈട്രേഷൻ കണ്ടക്ട് ചെയ്യണമെന്നും ടൈട്രേഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ഉള്ള ടൈട്രേഷൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇനി എക്സ്പെരിമെൻറ്റിൻ്റെ എയിമിലോട്ട് പോകാം. Aim of this experiment is to estimate NaOH in the whole of the given solution being supplied with a deci-normal HCl and anhydrous solid Na2CO3. നമുക്ക് തന്നിട്ടുള്ള Na2CO3യും വെച്ചിട്ട് HClനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുകയും അത് വെച്ചുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള NaOHനെ എസ്റ്റിമേറ്റ് ചെയ്യുകയുമാണ് ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് Na2CO3 സൊല്യൂഷനാണ്. രണ്ടാമത് ചെയ്യാനുള്ളത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് HCl ആൻഡ് തേർഡ് വൺ എസ്റ്റിമേഷൻ ഓഫ് NaOH. ഇത് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് Na2CO3 സൊല്യൂഷനും അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് HCl സൊല്യൂഷനും ടൈട്രേഷൻ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് HCl എന്ന് പറയുന്ന വീഡിയോയിൽ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ പോയി കാണുക. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്റ്റിമേഷൻ ഓഫ് NaOH മാത്രമാണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് സ്റ്റെപ്സ്, അതായത് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് Na2CO3 സൊല്യൂഷനും അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് HCl സൊല്യൂഷനും ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള അപ്പാരറ്റസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യമുള്ളത് 50 ml ബ്യൂരറ്റ് ആണ്. ദെൻ കോണിക്കൽ ഫ്ലാസ്ക് വേണം. നെക്സ്റ്റ് ആയിട്ട് 20 ml പിപ്പറ്റ്, ദെൻ ഫണൽ and water, then NaOH solution for estimation, a standardized HCl solution. അതിൽ നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് HCl സൊല്യൂഷൻ പറയാൻ കാരണം നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിട്ടുള്ള HCl സൊല്യൂഷനാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ആയിട്ട് ഫിനോഫ്തലിൻ, അതായത് ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് ഫിനോഫ്തലിനാണ്. ദെൻ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ഇത്രയുമാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള അപ്പാരറ്റസ്. ഇനി നമുക്ക് അടുത്ത് എക്സ്പെരിമെൻറ്റിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായി തന്നെ നമുക്കിവിടെ NaOH സൊല്യൂഷൻ നമുക്കൊരു എസ്റ്റിമേഷൻ ബോട്ടിൽ തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ഒഴിച്ച് അതിനെ മേക്കപ്പ് ചെയ്യുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഒരു ഫണൽ ഉപയോഗിച്ചുകൊണ്ട് കെയർഫുള്ളായിട്ട് നമ്മുടെ NaOH സൊല്യൂഷൻ കംപ്ലീറ്റ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് എസ്റ്റിമേഷൻ നടത്തേണ്ട NaOH സൊല്യൂഷൻ കംപ്ലീറ്റ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇതിന് ശേഷം വാട്ടർ ആഡ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൻ്റെ മാർക്ക് വരെ വാട്ടർ നിറച്ചതിന് ശേഷം അതിനെ മേക്കപ്പ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൻ്റെ മാർക്ക് വരെ മാത്രമേ വെള്ളം ആഡ് ചെയ്യാൻ പാടുള്ളൂ, കൂടാൻ പാടില്ല. കറക്റ്റ് ആ മാർക്ക് വരെ എത്തിയതിന് ശേഷം ഫണൽ മാറ്റുക. അതിനുശേഷം ഇതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ഈ ഒരു മിക്സ്ചർ കംപ്ലീറ്റ് മിക്സ് ആവാൻ വേണ്ടി നല്ലവണ്ണം ഷേക്ക് ചെയ്യുക. നല്ല രീതിയിൽ ഷേക്ക് ചെയ്ത് കറക്റ്റ് കോൺസെൻട്രേഷൻ ആക്കിയതിന് ശേഷം മാത്രമേ ഷേക്ക് ചെയ്ത് നിർത്താൻ പാടുള്ളൂ. എന്നാലേ യൂണിഫോം കോൺസെൻട്രേഷനിൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട NaOH സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സ്റ്റാൻഡേർഡ്, അതായത് നമ്മൾ NaOH സൊല്യൂഷൻ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട NaOH സൊല്യൂഷൻ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ വെച്ച് മേക്കപ്പ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ആവശ്യമുള്ളത് നമ്മുടെ ബ്യൂരറ്റ് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ബ്യൂരറ്റിൽ നമ്മൾ HCl ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഒരു ഫണൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബീക്കറിലിരിക്കുന്ന HClനെ ബ്യൂരറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ബ്യൂരറ്റിൻ്റെ 0 റീഡിങ് കാണിച്ചിട്ടുള്ള അതുവരെ വേണം, 0 cc വരെ വേണം HCl ഫില്ല് ചെയ്ത് കൊടുക്കാൻ. കറക്റ്റ് നോക്കി ശ്രദ്ധിച്ചുകൊണ്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ HCl ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഫണൽ മാറ്റി വയ്ക്കുക. നെക്സ്റ്റ് ആയിട്ട് ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 20 ml NaOH സൊല്യൂഷൻ, നമ്മൾ മേക്കപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള NaOH സൊല്യൂഷൻ ഒരു പിപ്പറ്റ് ഉപയോഗിച്ച് പിപ്പറ്റ് ഔട്ട് ചെയ്ത് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്യുകയാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ നിന്നും NaOH സൊല്യൂഷൻ 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്തു. ദെൻ ഇനി കോണിക്കൽ ഫ്ലാസ്കിലോട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ഡ്രോപ്പും പിപ്പറ്റിൽ നിന്നും കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ട്രാൻസ്ഫർ ആയെന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. ദെൻ പിപ്പറ്റ് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇനി അടുത്ത് നമുക്ക് ഇതിൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ആഡ് ചെയ്തു. ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് കളറിൽ നിന്ന് സൊല്യൂഷൻ ഒരു പിങ്കിഷ് കളറിൽ കിട്ടും, പിങ്ക് കളറിൽ കിട്ടും. ഇതാണ് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റർ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ടൈട്രേഷൻ ചെയ്യാൻ വേണ്ടി ബ്യൂരറ്റിൻ്റെ താഴേക്ക് കോണിക്കൽ ഫ്ലാസ്ക് വയ്ക്കുക.
ദെൻ ഇപ്പോൾ നമ്മുടെ ബ്യൂററ്റ് 0 റീഡിങ്ങിലാണുള്ളത്, അതായത് 0 cc ആണ് കാണിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ആയിട്ട് ബ്യൂററ്റിൻ്റെ ഈ ഒരു നോബ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ബ്യൂററ്റിൽ നിന്നും HCl സൊല്യൂഷൻ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് വിടുന്ന രീതിയിലാണ് ഇടേണ്ടത്. അതിനുശേഷം ഇതുപോലെ ഒരു ഷേക്ക് ചെയ്ത് നല്ലവണ്ണം ഒന്ന് ഷേക്ക് ചെയ്ത് ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് വേണം HCl സൊല്യൂഷൻ ബ്യൂററ്റിൽ നിന്നും കോണിക്കൽ ഫ്ലാസ്കിലേക്ക് വിടേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പിങ്കിഷ് കളർ മാറി ക്ലിയർ വൈറ്റ് സൊല്യൂഷൻ കിട്ടുന്നതാണ് നമ്മൾ എൻഡ് പോയിൻ്റ്, അതായത് ക്ലിയർ സൊല്യൂഷനായിട്ട് കിട്ടും വാട്ടർ പോലെ. ഇപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് കോൺസെൻട്രേഷൻ ചെയ്ത് നിന്ന് ടൈട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ക്ലിയർ വൈറ്റ് സൊല്യൂഷനായി മാറി. ആ സമയം തന്നെ ബ്യൂററ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിൻ്റെ റീഡിങ് എത്രയാണോ നമുക്ക് കിട്ടിയതെന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് റീഡിങ് വന്നിട്ടുള്ളത് 15.5 ml എന്നാണ്, അതായത് 15.5 നമുക്കിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ റീഡിങ് കിട്ടിയത് ബ്യൂററ്റിൻ്റെ റീഡിങ് കിട്ടിയത് 15.6 ml എന്നാണ്. ഫൈനൽ റീഡിംഗ് ആണ്. ഫസ്റ്റ് റീഡിംഗ് 0യും ദെൻ ഫൈനൽ റീഡിംഗ് നമുക്ക് കിട്ടിയത് 15.6. ഇതേപോലെ കൺകോർഡൻറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടി 2-3 ടൈംസ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. ടൈട്രേഷൻ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ടേബിളർ കോളം കിട്ടുന്നത് നമ്മൾ എടുത്തിട്ടുള്ള NaOHൻ്റെ വോളിയം 20 ml ആണ്. ബ്യൂററ്റിൻ്റെ ഇനിഷ്യൽ റീഡിംഗ് എന്ന് പറയുന്നത് 0യും ഫൈനൽ റീഡിംഗ് 15.6 നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ വോളിയം ഓഫ് HCl നമുക്ക് അതിൻ്റെ മീൻ വാല്യൂ എടുക്കുമ്പോൾ കിട്ടുന്നത് 15.6 ആണ്. അപ്പോൾ ഇത്രയും മാത്രമാണ് നമുക്ക് ഒരു ടൈട്രേഷനിൽ എസ്റ്റിമേഷൻ ഓഫ് NaOHൽ ചെയ്യാനുള്ളത്. ഇതൊരു 3 ടൈംസ് കൺകോർഡൻറ്റ് വാല്യൂ കിട്ടുന്നവരെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുക. അതിനുശേഷം അതിന് കൺകോർഡൻറ്റ് വാല്യൂ എടുത്തതിന് ശേഷം വോളിയം ഓഫ് HCl കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിലോട്ട് പോകാം. കാൽക്കുലേഷൻ നമ്മളിവിടെ വെച്ചിട്ടുള്ളത് ടേബിളർ കോളത്തിലുള്ളതനുസരിച്ച് വോളിയം ഓഫ് NaOH 20 ml, വോളിയം ഓഫ് HCl നമുക്ക് കിട്ടിയത് 15.6 ml എന്നാണ്. അപ്പോൾ വോളിയം ഓഫ് HCl VHCl ഈക്വൽ ടു 20 ml ഓഫ് NaOH ആണ്. അതുകൊണ്ട് തന്നെ വോളിയം ഓഫ് HCl നമുക്ക് കിട്ടിയിട്ടുള്ളത് 15.6 ml എന്നാണ്. നോർമാലിറ്റി ഓഫ് HCl സൊല്യൂഷൻ നമ്മൾ നേരത്തെ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് HCl ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിൽ നോർമാലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് പോയി കാണുക. അപ്പോൾ നമുക്ക് ഇവിടെ നോർമാലിറ്റി ഓഫ് HCl സൊല്യൂഷൻ കിട്ടിയത് 0.1098 നോർമൽ എന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അറിയാം. നോർമാലിറ്റി ഓഫ് HCl ഇൻറ്റു വോളിയം ഓഫ് HCl ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് NaOH ഇൻറ്റു വോളിയം ഓഫ് NaOH. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നോർമാലിറ്റി ഓഫ് NaOH ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നോർമാലിറ്റി ഓഫ് HCl ഇൻറ്റു വോളിയം ഓഫ് HCl ബൈ വോളിയം ഓഫ് NaOH. അത് നമ്മൾ ഇക്വേഷനിൽ ഇതിൻ്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.198 ഇൻറ്റു 15.6 ബൈ 20 വിച്ച് ഈസ് ഈക്വൽ ടു 0.080 നോർമൽ എന്നാണ് നമുക്കിതിൻ്റെ വാല്യൂ കിട്ടുന്നത്. അതായത് നോർമാലിറ്റി ഓഫ് NaOHൻ്റെ വാല്യൂ നമുക്ക് 0.0805 നോർമൽ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്കിനി ഉള്ളത് ഇക്വലൻറ്റ് മാസ് ഓഫ് NaOH നമുക്ക് അറിയാം 40 ആണ്. ദെൻ വെയ്റ്റ് ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദ ഗീവൻ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിൻ്റെ ഇക്വേഷൻ മാസ് പെർ ലിറ്റർ ബൈ 10 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻറ്റ് മാസ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു 0.085 ഇൻറ്റു 40 ബൈ 10 ആണ്. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.3423 ഗ്രാം എന്നാണ് ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള NaOHൻ്റെ മാസ്. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് റിസൾട്ട് നോക്കാം. അപ്പോൾ നമ്മൾ റിസൾട്ട് എഴുതുന്നത് മീൻ ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദ ഗീവൻ സൊല്യൂഷൻ ഈക്വൽസ് 0.3432 ഗ്രാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ടൈട്രേഷനിൽ ചെയ്യാനുള്ളത്. ആദ്യം നമ്മൾ ഡബിൾ ടൈട്രേഷനാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ തന്നിട്ടുള്ള Na2CO3 വെച്ചിട്ട് തന്നിട്ടുള്ള HClനെ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നു. ദെൻ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് അതിൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കുകയും നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു നോർമാലിറ്റി കണ്ടുപിടിച്ച HCl വെച്ചുകൊണ്ട് നമുക്ക് നോർമാലിറ്റി അറിഞ്ഞുകൂടാത്ത NaOHൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അതിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് NaOH ആണ് ചെയ്തത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായി സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് HCl എന്നൊരു വീഡിയോയുമായിട്ട് ഈ ചാനൽ തന്നെ ഉണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.